ആർക്കുട്ടൻ്റെ സ്റ്റഡി ടേബിളാ. ഇരുന്ന് പഠിക്കാം അല്ലേ? നല്ല രസമുണ്ട് ഇരുന്ന് എഴുതാനായിട്ടൊക്കെ. അതില്ലാത്തപ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇപ്പം വീട്ടിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വേറൊരാൾക്കും കൂടെ കൊടുക്കണമെന്നാണല്ലോ. അവളില്ലാത്തപ്പം എനിക്ക് ഉപയോഗിക്കാം. പഠിക്കാനുണ്ട്, കുറേ എഴുതി കൂട്ടാനുണ്ടെന്നേ. അതുകൊണ്ട് റീൽസ് ഒന്നും എടുക്കാനായിട്ടൊന്നും സമയം കിട്ടുന്നില്ല. വീട്ടിലെ പണി കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേനും പിന്നെ എഴുത്തും കുത്തും പഠിത്തവും ക്ലാസ് കാണലും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ മുറിയിലോട്ട് വന്നപ്പോൾ ഓർത്താണ് ഇവിടെ ഇരുന്ന് എഴുതി നോക്കാൻ. നല്ല രസമുണ്ട് എഴുതാനായിട്ട്, നല്ല ഭംഗിക്കൊക്കെ എഴുതാം. എന്തോ പണ്ട് ഈ ഡെസ്കിലൊക്കെ വെച്ചിരുന്ന് എഴുതിയ ഇപ്പോഴത്തെ ഫീല് പോലെ നല്ല രസമുണ്ട്. ഇനി അവളിത് കണ്ടിട്ട് എന്നെ ഓടിക്കുമോ എന്നറിയത്തില്ല. പിന്നെ ഒരു കാര്യം കാണിക്കട്ടെ. ലേസാണേ. പിള്ളേർ ഇത് തിന്നുമ്പോൾ ഞാൻ എന്നും വഴക്ക് പറയായിരുന്നു. അപ്പം ഇന്നലെ അമ്മ അമ്പൂനൊരു ലേസും പാറുവിന് എന്തോ ചോക്കോസോ അങ്ങനെ എന്തോ വാങ്ങിച്ചേ. പക്ഷെ അമ്മ വണ്ടിയിലിരുന്നിട്ട് എനിക്ക് തന്നപ്പം ലേസ് മാത്രമായിപ്പോയി, ചോക്കോസ് വിട്ടുപോയി. അപ്പം എനിക്കറിയാം ഈ ഒരെണ്ണമായിട്ട് ഇങ്ങോട്ട് കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂര അടിയായിരിക്കും. എൻ്റെ തടിയും കേടാകും. ഞാൻ പിന്നെ രാത്രിയിൽ വേറെ കടയിൽ പോകേണ്ട വരും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ലേസ് വെളിയിൽ ഷെഡിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ ആരെയും കാണിച്ചില്ല, അമ്മയൊന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നിപ്പം പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിയൊക്കെ തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴോർത്ത് എന്നതാ ഒന്ന് തിന്നുന്നേ. മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പം ആയിരുന്നപ്പോഴാണ് ലേസ് ഒളിപ്പിച്ച് വെച്ചുള്ളൂ എന്ന് ഓർത്ത്. അപ്പോൾ അതെടുത്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് എത്ര സുഖം തോന്നില്ല. 1-2 എണ്ണമൊക്കെ തിന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്തോ ഒരു പോലെ. തിന്നാത്തതുകൊണ്ടായിരിക്കാം എനിക്കിതിനോട് അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ എൻ്റെ 2 സന്താനങ്ങൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അത് അടിയാ ഇതിന് വേണ്ടിയിട്ട്. ഇന്നലെ അമ്മയോട് പറഞ്ഞ് ഇതാ വാങ്ങിപ്പിച്ചത്. അപ്പം പിന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കിയതാ. എനിക്കത്ര സുഖം തോന്നുന്നില്ല. ഏതായാലും സ്റ്റഡി ടേബിൾ കൊള്ളാം. അവള് എഴുതുന്നത് വളരെ ചുരുക്കാം. ശനി ഞായറൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്നോളേ. അല്ലാത്ത ദിവസമൊക്കെ ഉണ്ടല്ലോ, ചിലപ്പം കട്ടിലേലോ അല്ലെ ഹാളിലൊക്കെ ഇരുന്നിട്ട് അവിടെ വിരുന്നോണ്ടും ടി വി ഒക്കെ കണ്ടിട്ടൊക്കെ എഴുതുന്നത്. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ശനി ഞായറും ഇവിടുത്തെല്ല പടം വരയായിട്ടും കഴിപ്പായിട്ടും എല്ലാം. അപ്പം ഇതിനൊരു വിഷമമാകണ്ടല്ലോ. വർക്കിംഗ് ഡേയിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ അതിനൊരു സന്തോഷമായിക്കോട്ടെ. പിന്നെ വെറുതെ